ആകമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ചരിത്രവും വിശ്വാസസത്യങ്ങളും. തയ്യാറാക്കിയത് ഷെവലിയാർ കെയോ മാത്യു കോങ്കര. ചാപ്റ്റർ 1. 7th ക്ലാസ്. ഇനി നമുക്ക് പഠന വിഷയമാക്കേണ്ടത് ക്രിസ്തു സ്ഥാപിച്ച സഭ ഏത് എന്നതാണ്. ഏതാണ് ക്രിസ്തു സ്ഥാപിച്ച സഭ? ക്രിസ്തു സ്ഥാപിച്ച സഭ അഥവാ ലോകത്ത് ആദ്യമായി വിശുദ്ധ ബൈബിളിനു മുൻപുണ്ടായ ക്രൈസ്തവ സഭ ഏതാണ്? ഊഹാപോഹങ്ങൾ കൊണ്ടുള്ള മറുപടിയല്ല, വസ്തുനിഷ്ഠമായി തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലാണ് നമുക്ക് അഭികാമ്യം. ഇതിലേക്ക് സത്യവേദ പുസ്തകം ഏതെന്ന് കണ്ടെത്തി അതിലെ വചനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്താം. സത്യവേദ പുസ്തകം എന്നു പറയാൻ കാരണം ലോകത്ത് പരസ്പര വിരുദ്ധതയുള്ള നൂറുകണക്കിന് ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് ബെഞ്ചമിൻ ബെയ്ലിയുടെ ബൈബിൾ, ഗുഡ് ന്യൂസ് ബൈബിൾ, കിങ് ജെയിംസ് ബൈബിൾ, NAV, NASV, ഇന്റർപ്രറ്റേഴ്സ് ബൈബിൾ, ഇന്റർനാഷണൽ ബൈബിൾ തുടങ്ങി ഓരോ സഭകളും സമൂഹങ്ങളും അവരവരുടെ വിശ്വാസം വരത്തക്ക രീതിയിൽ ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പലതിലും വചനങ്ങളിൽ വ്യത്യാസങ്ങളും കാണുന്നുണ്ട്. അതിനാൽ സത്യവേദ പുസ്തകത്തിലെ തിരുവചനങ്ങൾക്കു മാത്രമാണ് പ്രസക്തി. കൂടാതെ ആദിമസഭയുടെ വിശ്വാസം, പാരമ്പര്യം, ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവകളെക്കുറിച്ചുള്ള ലിഖിതങ്ങളും അലിഖിതങ്ങളുമായ തെളിവുകൾ, രേഖകൾ, ചരിത്രപരമായ മറ്റു തെളിവുകൾ എല്ലാം പരിശോധിക്കാവുന്നതാണ്. സത്യവേദ പുസ്തകം എന്നു മുതൽ എഴുതപ്പെട്ടു. ഇന്നത്തെ രീതിയിൽ എങ്ങനെ വിശുദ്ധ ബൈബിൾ ക്രോഡീകരിക്കപ്പെട്ടു എന്നത് ദൈവകൃപയാൽ അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാം. ഏതു മതമായാലും പ്രസ്ഥാനമായാലും അത് ആരാൽ എന്ന് എപ്രകാരം സ്ഥാപിക്കപ്പെട്ടുവോ എവിടെ പ്രവർത്തിച്ചുവോ അവിടെ നിന്നും ആണ് അതിന്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. സ്വച്ഛന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ പ്രഭാവം അതിന്റെ ഉദ്ഭവസ്ഥാനത്തുനിന്ന് ആരംഭിക്കുന്നതുപോലെ ക്രിസ്തീയ സഭയുടെ ആരംഭം, പ്രവർത്തനം എല്ലാം ക്രിസ്തു ജനിച്ചതും പ്രവർത്തിച്ചതുമായ ബെത്ലഹേമിലും ജെറുസലേമിലും അന്ത്യോഖ്യയിലും നസ്രേത്തിലും ഗലീലയിലും കഫർന്നഹോമിലും ബെഥേനിയയിലും കേസരിയായിലും യഹൂദിയായിലും പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാമായിരുന്നു. വിശുദ്ധ സഭയുടെ ഉദ്ഭവം ക്രിസ്തുവിൽ നിന്നു തന്നെയാണ്. നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ പണിയും എന്ന് ക്രിസ്തു ശീമോനോട് വാഗ്ദാനം ചെയ്തപ്പോൾ അത് സഭയെക്കുറിച്ചുള്ള ആദ്യമായ പ്രഖ്യാപനമായി. ആ വാഗ്ദാനം ചെയ്ത സമയത്ത് തന്നെ സഭയ്ക്ക് ജീവനുണ്ടായി. കാരണം ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴിയായി ഉള്ള വെളിപാടാണ് അതിന്റെ ആധാരം. ക്രൈസ്തവ സഭയുടെ ആരംഭം ഇപ്രകാരം കുറിക്കപ്പെട്ടത് കേസറിയ പ്രദേശത്തു വച്ചായിരുന്നു. ഇവയെല്ലാം വിശുദ്ധ മത്തായി അധ്യായം 16 വാക്യം 13 നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ വച്ചു തന്നെ അതിന്റെ ഭരണം ക്രിസ്തു വിശുദ്ധ പത്രോസിനെ ഏൽപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് വിശുദ്ധ മത്തായി അധ്യായം 16 വാക്യം 17 മുതൽ 19 വരെ ഉള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഉയർപ്പിനു ശേഷം തീബേരിയോസ് കടൽക്കരയിൽ വച്ചാണ് ക്രിസ്തു വീണ്ടും തന്റെ സഭയെ മേയ്ക്കുവാൻ വിശുദ്ധ പത്രോസിനെ മാത്രം അധികാരപ്പെടുത്തുന്നതായി കാണപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാൻ അധ്യായം 21 വാക്യം 15 വായിക്കുക. സെഹിയോൻ മാളികയിൽ വച്ച് പെന്തിക്കോസ്തിക്കു ശേഷം കർത്തൃകൽപ്പന പ്രകാരം AD 37 അന്ത്യോക്യയിൽ വിശുദ്ധ പത്രോസ് ശ്ലീഹ സഭ സ്ഥാപിച്ചതായി വിശുദ്ധ അന്ത്യോക്യ സഭയുടെ ചരിത്രത്തിൽ ഉണ്ട്. ഇടമുറിയാതെ ഇന്നോളം തുടർന്നു വരുന്ന അപ്പോസ്തോലിക പിന്തുടർച്ചയും അതിന്റെ തെളിവാണ്. ലോകത്തെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്നറിയപ്പെടുന്നതും രഹസ്യങ്ങളുടെ മാളിക എന്നറിയപ്പെടുന്ന സെഹിയോൻ മാളികയും വിശുദ്ധ അന്ത്യോക്യ സഭയുടേതായി അന്നുമുതൽ ഇന്നും നിലകൊള്ളുന്നു. വിശുദ്ധ പത്രോസ് ശ്ലീഹ റോമിലേക്ക് പോകുന്നതിനു മുൻപ് AD 65 വിശുദ്ധ ഏവോദ്യോസിനെയും വിശുദ്ധ ഇഗ്നാത്തിയോസ് നൂറോനോയെയും തന്റെ പിൻഗാമികളായി അന്ത്യോക്യയിൽ വാഴിച്ചാക്കിയ ശേഷം റോമിലേക്ക് പോയതായും AD 67 വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ് ശ്ലീഹന്മാർ റോമിൽ രക്തസാക്ഷികളായിത്തീരുകയും ചെയ്തു. ഇതൊക്കെ വിശുദ്ധ അന്ത്യോക്യ സഭയുടെ ആദ്യകാല ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആദിമ നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഇതര ചരിത്ര രേഖകളും അതുതന്നെ കാണപ്പെടുന്നുമുണ്ട്. വിശുദ്ധ അന്ത്യോക്യ സഭയെക്കുറിച്ചുള്ള മറ്റു തെളിവുകൾ. ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേര് വിശുദ്ധ ബൈബിളിൽ എവിടെയെല്ലാം പരാമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. 1. അദ്ദേഹം അഥവാ ബർണബ ശൗലിനെ അന്വേഷിച്ച് തർസീസിലേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടെത്തി തന്നോടുകൂടെ അന്ത്യോക്യയിലേക്ക് കൊണ്ടുപോയി. അവർ ഒരാണ്ട് മുഴുവൻ സഭയിൽ ഒരുമിച്ചു കൂടുകയും വളരെയേറെ ജനത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അക്കാലം മുതൽ അന്ത്യോക്യയിൽ വച്ച് ശിഷ്യന്മാർക്ക് ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ അധ്യായം 11 വാക്യം 25 മുതൽ 26 വരെ വായിക്കുക. 2. അവർ വിശുദ്ധ പൗലോസ്, വിശുദ്ധ ബർണബ സമുദ്രയാത്ര ചെയ്ത് അന്ത്യോക്യയിൽ വന്നു. എന്തെന്നാൽ അവർ നിർവഹിച്ച ഈ വേലക്കായി
കർത്താവിന്റെ കൃപയ്ക്ക് അവർ ഭരമേൽപ്പിക്കപ്പെട്ടത് ഇവിടെ അന്ത്യോക്യയിൽ നിന്നും ആയിരുന്നല്ലോ. അപ്പോസ്തലപ്രവൃത്തികൾ അധ്യായം 14 വാക്യം 25 വായിക്കുക. മുകളിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ കൃപ ലഭിക്കത്തക്കവണ്ണം അവർ ചെയ്ത വേല എന്തായിരുന്നുവെന്നു നോക്കുക. 3 അവർ ഉപവസിച്ചും അവരോടുകൂടെ പ്രാർത്ഥിച്ചും കൊണ്ട് ഓരോ സഭയിലും കശീശന്മാരെ നിയമിച്ചു. അവർ ആരിലാണോ വിശ്വസിച്ചത് ആ നമ്മുടെ കർത്താവിന് അവരെ ഭരമേൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തികൾ അധ്യായം 14 വാക്യം 22 വായിക്കുക. അവർ എല്ലാവരും ഒരേ വിശ്വാസത്തിൽ ഒരേ സഭയ്ക്കുവേണ്ടി പ്രവർത്തിച്ചു. കാരണം കർത്താവിന്റെ സഭ ഏകമായതുകൊണ്ട് അതിന് ഏകവിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ സഭയിൽ സ്വാർത്ഥതയും വേദവിപരീതവും ഉണ്ടാകുമ്പോഴാണ് പല വിശ്വാസങ്ങളും ആചാരങ്ങളും അനേക സഭകളും ഉണ്ടാകുന്നത്. അവർ പ്രവർത്തിച്ച സ്ഥലങ്ങളിൽ അവർ പരിശുദ്ധാത്മ നിയോഗപ്രകാരം കശീശാമാരെ നിയമിച്ചു. അന്ത്യോക്യയിൽ സ്ഥാപിതമായ വിശുദ്ധ സഭയുടെ പൗരോഹിത്യത്തിന്റെ ആരംഭം നാം ഇവിടെ കാണുന്നു. ഇപ്രകാരമുള്ള വിശുദ്ധ സഭയുടെ ആരംഭ പ്രവർത്തനമാണ് പുതിയ നിയമത്തിൽ അപ്പോസ്തോല പ്രവൃത്തി മുതൽ നാം വായിക്കുന്ന ലേഖനങ്ങൾ. ക്രിസ്തുവിന്റെ ഉയിർപ്പിന് ശേഷം ക്രിസ്തു പഠിപ്പിച്ചതും ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയതും ക്രിസ്തു അനുഷ്ഠിച്ചതും ക്രിസ്തുവിൽ നിന്നു സ്വീകരിച്ചതും ക്രിസ്തു തങ്ങളോട് എന്തൊക്കെ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുവാനാണോ അധികാരപ്പെടുത്തിയത് ആയതെല്ലാം അവർ അന്ത്യോക്യയിൽ നിന്ന് തുടങ്ങി. അന്ന് അറിയപ്പെട്ടിരുന്ന പ്രദേശങ്ങളിലേക്ക് തന്റെ ശിഷ്യന്മാരും തന്റെ അപ്പോസ്തോലന്മാരും അനേകർക്ക് പകർന്നു നൽകി. ക്രിസ്തു തങ്ങളോട് ഇപ്രകാരമുള്ള പ്രവർത്തനത്തിന് ആശ്വാസപ്രദനെ അയച്ചു തരുമെന്ന് അവർക്ക് വാഗ്ദത്തം നൽകിയിരുന്നു. ആയത് ലഭിച്ചതായി നാം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 1 വാക്യം 8 വായിച്ചു നോക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരുശലേമിലും യഹൂദിയ മുഴുവനിലും ശമര്യരുടെ സ്ഥലത്തും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും എന്നു പറഞ്ഞു. കൂടുതൽ അറിയുവാനായി നമുക്ക് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കാം. അധ്യായം 2 വാക്യം 1 പെന്തിക്കൊസ്തിയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചു കൂടിയിരിക്കവേ പെട്ടെന്ന് കൊടുങ്കാറ്റിന്റെ മുഴക്കം പോലെയുള്ള ശബ്ദം ആകാശത്തുനിന്നും ഉണ്ടായി. വാക്യം 2 അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ അതുകൊണ്ട് നിറഞ്ഞു. വാക്യം 3 അഗ്നിപോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് കാണപ്പെട്ടു. അത് അവരിൽ ഓരോരുത്തരുടെയും മേൽ ആവസിച്ചു. വാക്യം 4 എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറവുള്ളവർ ആയിത്തീരുന്നു. പരിശുദ്ധാത്മാവ് അവർക്ക് നൽകിയ പ്രകാരം വിവിധ ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ സഭയുടെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ക്ലാസുകളിൽ എടുക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സൽ സിറിയൻ ഓർത്തഡോക്സ് കൗൺസിൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ക്ലാസ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലേർട്ട് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നിങ്ങളെയെല്ലാം കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.